ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ നാട്ടിൽ എന്തെയും ചെറിയ ചെറിയ മസാല പീടികകളും അതേമാതിരി ചെറിയ ചെറിയ ചായ ഷോപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ടീ ഷോപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവരൊക്കെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവരൊക്കെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടോ? ഇവരൊക്കെ അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അവിടെ പോയിട്ട് സാധനം കടം വാങ്ങുന്നേ ഇല്ലേ? ഇത് നമ്മളെ ബിരിയാണിക്കാരന്റെ ഷോപ്പാന്ന് വിചാരിച്ചോ. ഫ്രീക്കനായിട്ടുള്ള ബിരിയാണിക്കാരന്റെ ഷോപ്പാണ്. ആ ഷോപ്പ് പോയിട്ട് നിങ്ങൾ ഒരു 1000 രൂപക്ക് സാധനം വാങ്ങി. കടത്തിനാ വാങ്ങുന്നത്. കടത്തിന് സാധനം വാങ്ങുന്നതിന് പറഞ്ഞ പേരാണ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ്. അപ്പൊ ക്യാഷിന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ? ക്യാഷിന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ? കടത്തിനായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷിനായി കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ്. ഓക്കെ. അപ്പം നമ്മൾ ബിരിയാണിക്കാരൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഒരാൾ പോയിട്ട് സാധനം വാങ്ങുന്നത്, കടത്തിന് സാധനം വാങ്ങുന്നത്. അപ്പോൾ വീരാൻകാരൻ എന്താ ചെയ്യാറ്? കടത്തിന് നിങ്ങൾ സാധനം വാങ്ങി കഴിഞ്ഞാൽ വീരാൻകാരൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ടാവും. അതിനെന്താ പറയാ? ആ ബുക്കിന് എന്താ പറയാ? അതിലെന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഉണ്ടാവും. 1/1/2010 1000 രൂപന്റെ സാധനം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഒപ്പ് ഇടും അയാൾ. ഇങ്ങനെ സാധനം ഉണ്ടാവും. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാം, ഇതിനൊരു പേരുണ്ട് ഇതിന്, ഈ ബുക്കിന്. ഹലോ. അറിയില്ല. അയ്യേ മോശം. പറ്റുബുക്ക്. അത് തന്നെ, പറ്റുബുക്ക്. ഈ പറ്റുബുക്ക് എന്ന സാധനം ഇവരുണ്ടാക്കുന്ന ഇവരെ വെച്ചാൽ ഇവർ അത്ര വിവരമൊന്നും ഇല്ലല്ലേ, നിങ്ങളെ മാതിരി കൊമേഴ്സ് പഠിക്കാത്ത ആൾക്കാരല്ലേ ഇവര്. അപ്പൊ അവരൊരു ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് അവരെ പറ്റുബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇല്ലേ? നീ ശ്രദ്ധിക്ക്. ഫസ്റ്റ് പോയിന്റ്, ഇവര് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ബീരാൻക എന്നുള്ള കാക്ക ക്രെഡിറ്റ് സെയിൽസ് നിങ്ങൾക്ക് സാധനം വിറ്റ സമയത്ത് ട്രാൻസാക്ഷൻ അല്ലേ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ബിസിനസ്സിൽ ഇല്ലേ? അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബുക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം? നമ്മളെ പറ്റു ബുക്ക് എന്ന് പച്ച മലയാളത്തിൽ പറയും. ഓക്കെ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് വൺ, അങ്ങനെ വീരാൻഖാന്റെ അടുത്തൊരു ബുക്ക് ഉണ്ടാവും. ഇത് നിങ്ങളുടെ അടുത്തുള്ള ബുക്കല്ലേ? ഇത് നിങ്ങളുടെ അടുത്തുള്ള, ഇപ്പം വിപിന്റെ അടുത്തുള്ള ബുക്കാണെന്ന് വിചാരിച്ചോ. ഇത് വിപിന്റെ അടുത്തുള്ള ബുക്ക്. വീരാൻഖാന്റെ അടുത്ത് ഉണ്ടാവില്ലേ വലിയൊരു ബുക്ക്? വീരാൻഖാന്റെ അടുത്ത് വലിയൊരു ബുക്ക് ഉണ്ടാവില്ലേ? അതിൽ പേജ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഷിഫന്റെ പറ്റു ബുക്കാണ് പേജ് നമ്പർ 1 പേജ് നമ്പർ 2 വിപിൻ രാജിന്റെ ബുക്ക് ഉണ്ട്. മൂന്നാമത്തെ പേജിൽ റിൻഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ വീരാൻഖന്റെ അടുത്തുള്ള വലിയൊരു ബുക്ക് ഉണ്ട്. അതായത് ആ നാട്ടില് അയാളെ ഷോപ്പിൽ നിന്ന് കടം വാങ്ങുന്ന ആൾക്കാരെ ബുക്കാണിത്. അയാളുടെ അടുത്തുള്ള ബുക്കാണ്. അപ്പം ഷിഫന്റെ അടുത്ത് ഷിഫ ഒരു 1000 രൂപ തരാനുണ്ട്. വിപിൻ രാജ് ഒരു 1000 രൂപ തരാനുണ്ട്. റിൻഷ ഒരു 2000 രൂപ തരാനുണ്ട്. ഇതിങ്ങനെ ഇയാളെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് ബുക്കാണുള്ളത്, അയാളുടെ അടുത്തൊരു സമ്മറി ബുക്കാണ് അല്ലേ? അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഇയാള് ഇല്ലേ? ക്ലാസിഫൈ ചെയ്യുന്നില്ലേ? അതായത് ഓരോരുത്തർക്കും ഓരോ പേജായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ലേ? അപ്പൊ ഈ രണ്ട് ട്രാൻസാക്ഷൻസ്, ഈ സാധനങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ രണ്ട് സാധനം. ഒന്നാമത്തെ വെച്ചാൽ അയാൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പേജ് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈസ് ക്ലിയർ? അതായത് ഇനി നമ്മൾ ആക്ച്വൽ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറഞ്ഞ പേരാണ് ജേണൽ എന്നും, ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്നതിന് പറഞ്ഞ ബുക്കാണ് നമ്മുടെ ലെഡ്ജർ എന്നും. ഈസ് ക്ലിയർ? ഇനി ഞാൻ പറയുന്ന രണ്ട് കൺസെപ്റ്റ് എന്നുള്ളത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ട്സ്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ പറഞ്ഞത്. ഓക്കെ. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ട്സ് എന്നുള്ളത് നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് കയറി നോക്കാം. മീൻസ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ്, നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ശ്രദ്ധിക്കാം കേട്ടോ.
ഇത് നിങ്ങളെ മനസ്സിൽ വെച്ചോ, നമുക്ക് ബുക്ക് കീപ്പിങ്ങിലേക്ക് ആവശ്യം ഉണ്ടാവും കേട്ടോ. അത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഓഫ് സെറ്റ് ഓഫ് ബുക്സ്. ഒരു സെറ്റ് ഓഫ് ബുക്സ് അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റ് ഓഫ് ബുക്സിനെ പറഞ്ഞ പേരാണ് എന്ത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് മെയിൻലി, ഇതിൽ എന്താ ഉണ്ടാവുക, ഇറ്റ് ഈസ് മെയിൻലി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ അറിയോ, നമ്മളെ പറ്റുബുക്ക്. അതായത് ഈ ബുക്ക് കീപ്പിംഗ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ആരാണ്, നമ്മുടെ നാട്ടിൻ പുറത്തെ ആൾക്കാരായിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ബുക്ക് ഉണ്ടാക്കുക. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്റമായിട്ട് ഉണ്ടാക്കുക. ഈ നാട്ടിലത്തെ ആൾക്കാർ എവരെന്ന് വെച്ചാൽ അവർക്ക് അറിയേണ്ടത് എത്ര വരുമാനം ഉണ്ട്, എത്ര ചെലവുണ്ട് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബുക്കിനെ പറഞ്ഞ പേരാണ്, ഒരു സെറ്റ് ഓഫ് ബുക്കിംഗ് സിസ്റ്റത്തിനെ പറഞ്ഞ പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബുക്ക് കീപ്പിംഗിൽ മെയിൻലി എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന എവിടെ, ജേണലില്. അതിനുശേഷം അതെന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്. അതായത് എന്തെല്ലാമാണ് ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാവുക ഒന്നും കൂടി പറയാം. ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് കീപ്പിങ്ങിൽ ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതായത് ഓരോ ആൾക്കാർക്കും വിറ്റിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതെന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതെവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ചെയ്യാനുള്ളത്. അതായത് നമ്മളെ പറ്റു ബുക്കിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ വീരാൻകന്റെ ബുക്കിൽ ഓരോ പേജ് നമ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലെഡ്ജർ. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നവർ, ബാലൻസിങ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. അതായത് അപ്പം ഇവിടെ നമ്മൾ പറ്റു ബുക്ക് പറഞ്ഞല്ലോ, പറ്റു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഓരോ പേജ് നമ്പർ പറയല്ലോ, കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ പേജ് നമ്പർ നമ്മൾ പറയും, പേജ് നമ്പർ പറയുന്നുണ്ടല്ലോ. അതായത് ഫസ്റ്റത്തെ പേജ് ഒരാൾക്ക്, രണ്ടാമത്തെ പേജ് ഒരാൾക്ക്, മൂന്നാമത്തെ പേജ് ഒരാൾക്ക്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തരുടെ ബാലൻസ് റെക്കോർഡ് ചെയ്യുക, ബാലൻസും ഉണ്ടാക്കുക. അതായത് ഇപ്പം റിൻഷ ഇപ്പം ഒരു 1000 രൂപ 2000 രൂപ തരാനുണ്ട്. അതേമാതിരി റീലിന ഒരു 2000 രൂപ തരാനുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പൈസ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇത് എപ്പോഴാണ് ബാലൻസ് ചെയ്യാറിയോ, നിങ്ങളിപ്പോൾ എക്സാമ്പിൾ എടുത്തോ, നിങ്ങൾ പറ്റ് ബുക്കിൽ മൊത്തം ഒരു മാസത്തെ 1-ാം തീയതി 1/1/2020 മുതൽ 31/1/2020 വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു 3000 രൂപ ഉണ്ട്. അതായത് വീരാൻകാക്ക് നിങ്ങൾ 3000 രൂപ കൊടുക്കാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു മാസം അവസാനമായപ്പോൾ നിങ്ങൾ 2000 രൂപ കൊടുത്ത് വീരാൻകാക്ക്. അങ്ങനെയല്ല നമ്മൾ പറ്റ് ബുക്കിൽ ചെയ്യുക. 3000 രൂപ മൊത്തം കൊടുക്കുക, 2000 രൂപ കൊടുത്ത് ബാക്കി എത്രയുണ്ട്, 1000 രൂപ കൊടുക്കാനുണ്ടല്ലോ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ, എത്ര ബാലൻസ് ഉണ്ട്. അതിന് ശേഷം ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, അതിനുശേഷം ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത്ര കാര്യങ്ങൾ മാത്രമേ ബുക്ക് കീപ്പിങ്ങിൽ വരുള്ളൂ. മനസ്സിലായോ, ബുക്ക് കീപ്പിങ്ങിൽ ഇത്ര കാര്യങ്ങളെ വരുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാവുക, ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ള താഴേക്കുള്ള കാര്യങ്ങൾ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കലൊന്നും എതിൽ വരില്ല, നമ്മുടെ ബുക്ക് കീപ്പിങ്ങിൽ വരില്ല. അതൊക്കെ അക്കൗണ്ടിങ്ങിലാണ് വരിക, അക്കൗണ്ട്സിലാണ് വരിക. അപ്പം ബുക്ക് കീപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാക്കുന്ന അക്കൗണ്ട്സ് ആണ്. അവർ ഏതുവരെ ഉണ്ടാവുള്ളൂ, അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് അവിടുത്തെ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കും. എന്തെല്ലാമാണ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ആലോചിക്കുക, ആർക്കൊക്കെയാണ് നിങ്ങൾ വീരാൻക്ക് സാധനം വിറ്റതെന്നാണ് ഇവിടെ ഉണ്ടാവുക, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. രണ്ടാമത് വീരാൻക്ക് എന്ത് ചെയ്യും, ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തത് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നത് എവിടെ റെക്കോർഡ് ചെയ്യും, ജേണലിൽ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, നമ്മളെ വീരാൻക്ക് എന്ത് ചെയ്യും, ഓരോ ബുക്ക്, അതായത് ഓരോ പേജിലായിട്ട് ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, ആർക്കൊക്കെ വിറ്റതുള്ളത് ക്ലാസിഫൈ.
ആ ക്ലാസ് ലെഡ്ജറിൽ വരുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യും, ഓരോ മാസം കഴിയുന്ന സമയത്ത് നിങ്ങളെ പറ്റ് ബുക്കിലെ കുറച്ച് പൈസ നിങ്ങൾ കൊണ്ടേ അടക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത്. അതിനുശേഷം വീരാൻക്ക് എന്ത് ചെയ്യും, ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര രൂപ തരാനുണ്ട്, എത്ര രൂപ കിട്ടാനുണ്ട്, അതേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഉണ്ടാക്കും. അതിനെ പറഞ്ഞ പേരാണ് ട്രയൽ ബാലൻസ്. അപ്പൊ സാർ, അക്കൗണ്ട്സും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബുക്ക് കീപ്പിങ്ങിൽ ഇത്ര ഐറ്റംസ് വരെ ഉള്ളൂ. അക്കൗണ്ട്സിൽ എന്തും കൂടി വരുന്ന അറിയോ, നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. അതായത് നിങ്ങൾ വീരാൻകാരോട് ചോദിച്ചാൽ വീരാൻക നിങ്ങൾക്ക് എത്ര രൂപ ലാഭം ഉണ്ടെന്ന് വെച്ചാൽ വീരാൻക എന്താ പറയുക, അയാൾ പറഞ്ഞു വെച്ചാൽ ഒരു ഏകദേശം ലാഭം ഇത്ര രൂപ ഉണ്ടെന്നാ പറയാം. ഒരു ആവറേജ് ആയിരിക്കും എപ്പോഴും പറയാം. അത് കറക്റ്റായിട്ട് ലാഭമാണോ നഷ്ടമാണോ അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അക്കൗണ്ട്സിൽ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് എന്ന് അറിയാൻ പറ്റും. ഇത് നമ്മൾ അക്കൗണ്ട്സിലാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാവും മനസ്സിലാവുന്ന നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര ആസ്തികളുണ്ട്, എത്ര ബാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ഇത്ര കാര്യങ്ങളാണ് അക്കൗണ്ട്സിൽ വരുന്നത്. അപ്പൊ അക്കൗണ്ട്സിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ, റെക്കോർഡ് ചെയ്യുന്ന ജേണലിൽ, ക്ലാസിഫൈ ചെയ്യുന്ന, അതിനുശേഷം ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്, അഞ്ചാമത്തത് എന്തുണ്ടാക്കുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, ആറാമത്തത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്, ഏഴാമത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങൾ ഇൻവോൾവ് ആയതാണ് അക്കൗണ്ട്സിൽ. പക്ഷെ ബുക്ക് കീപ്പിംഗിൽ ഏത് വരെ ഉള്ളൂ, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന വരെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഏരിയ അക്കൗണ്ടിങ് ആണോ ബുക്ക് കീപ്പിംഗ് ആണോ? വൈഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്, അതായത് കൂടുതലായിട്ട് ചെയ്യാനുള്ളത് ബുക്ക് കീപ്പിങ്ങിലായിരിക്കോ അക്കൗണ്ട്സിലായിരിക്കോ? ഹലോ, അക്കൗണ്ട്സിലായിരിക്കും. കാരണം എന്താ? മറ്റേതിനെക്കാട്ടി കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാണ്ട്. ഓക്കെ, അത് തന്നെയാണ് മെയിൻ പോയിന്റ്. എന്തെല്ലാം ഉണ്ടാവുക, ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാണ്ടാവുക? ഒന്നാമത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാണ്ട്. ഈ കിട്ടിയ ഇൻഫർമേഷൻസ് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? കുറെ ആൾക്കാർക്ക് പറഞ്ഞു, നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടായിരുന്നു, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചോ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇസ് എ സ്റ്റാർട്ട് വിത്ത് ബുക്ക് കീപ്പിംഗ്. അതായത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞ നമ്മള്? ഇവിടെ നോക്ക്, നമ്മൾ ട്രയൽ ബാലൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അല്ലേ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യും, അക്കൗണ്ട്സ് തുടങ്ങും. അതാണ് പറഞ്ഞത്. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് വിത്ത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും അതിൽ? സമ്മറൈസേഷൻസ് ഉണ്ടാവും. സമ്മറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നുണ്ട്, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കലും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കലും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കിട്ടിയ ഡാറ്റ അനാലിസിസ് ചെയ്യും അല്ലെ. അനാലിസിസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി വേറെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മീനിങ് ഇൻഫർമേഷൻസ് രൂപത്തിൽ മാറ്റും നമ്മൾ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തെല്ലാമായിരുന്നു ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാവുക? ബുക്ക് കീപ്പിങ്ങിൽ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും, ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള മൊത്തം ഇതിലാണ് വരുന്നത്, സമ്മറൈസേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്, അക്കൗണ്ട്സിലാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതാണ് എക്സാമിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ബേസിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ശ്രദ്ധിച്ചോ, ബുക്ക് കീപ്പിങ്ങിൽ വരുന്നതെന്ന് വെച്ചാൽ, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് നിങ്ങളെ നാട്ടിലുള്ള ഷോപ്പിൽ കാടത്തിന് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസാക്ഷൻസ് നിങ്ങളെ പറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും, അവരെ ബുക്കിലും റെക്കോർഡ് ചെയ്യുമല്ലോ. അതായത് ഏത് ദിവസമാണ് സാധനം വാങ്ങിയത് അല്ലെങ്കിൽ സാധനം വിറ്റത്,
അതേമാതിരി എത്ര രൂപ എത്ര രൂപക്കാണ് സാധനം വിറ്റതെന്നുള്ളത് അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അക്കൗണ്ട്സിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് മാനർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്ന അറിയാം, 3 കാര്യങ്ങളാണ് വരിക. ഒന്നാമത്തത് ട്രേഡിംഗ് അക്കൗണ്ട് വരും, ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കും കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും, പിന്നെ ബാലൻസ് ഷീറ്റ് വരും. ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, റെക്കോർഡിങ് ചെയ്ത് ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അക്കൗണ്ട്സിലാണ് വരുന്നത്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേണൽ, അതായത് നമ്മളെ പറ്റുബുക്കും അയാളെ ലെഡ്ജർ അക്കൗണ്ടും മാത്രമേ അവർ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ അക്കൗണ്ട്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പേരാണ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ബിസിനസ്സിലേക്ക് വന്ന ക്യാഷ് ഇൻഫ്ലോയും, ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വന്ന ക്യാഷ് ഇൻഫ്ലോ, വന്ന ക്യാഷും ബിസിനസ്സിൽ നിന്ന് പോയ ക്യാഷും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ബിസിനസ്സിലേക്ക് വന്ന ക്യാഷ്, ബിസിനസ്സിൽ നിന്ന് പോയ ക്യാഷ്, ഇതിന് നമ്മൾ ഡിഫറൻസ് ആയിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് വന്ന മീനിങ് പറഞ്ഞു, അതായത് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. രണ്ടാമത് ടൂൾസ് പറഞ്ഞു, എന്താണ് മെയിനായിട്ട് ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടാകുന്ന ജേണൽ ലെഡ്ജർ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തുണ്ടാവും, അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ സ്കോപ്പ്. ഇത് ഓൺലി എന്ത് ചെയ്യുന്നുള്ളൂ, റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസ് അതെല്ലാം വന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതിന് ശേഷം അത് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, സ്കോപ്പ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇന്റർപ്രിട്ടേഷൻ റിസൾട്ട് ഒക്കെ ഇതിലാണ് വരുന്നത്, അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. ഇനി ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഏതായിരിക്കും, ബുക്ക് കീപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ഓൺലി ഈ രണ്ട് പരിപാടി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാ പരിപാടി ഇതിലാണ് നടക്കുന്നത്, ഇവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഡിസിഷൻ എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ കനോട്ട് ബി ടേക്കൺ ഓൺ ദി ബേസിസ് ഓഫ് ബുക്ക് കീപ്പിംഗ് വെച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷേ അക്കൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് വെച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇത്ര കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമിന് വൈഡായിട്ട് ചോദിക്കാറുണ്ട് ഈ സാധനങ്ങൾ. മനസ്സിലായോ? 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 മനസ്സിലായെന്ന് പറ. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നു വിചാരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് റെക്കോർഡിംഗ് ആണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അതിന് മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ, ലാസ്റ്റ് സംസാരിച്ചാൽ. സെക്കൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. മൂന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറൈസേഷനാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മിലാനെ മൈക്ക് ഓഫ് ചെയ്യടാ. ഫിഫ്ത്ത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനാണ്. സിക്സ്ത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഈ 2 സ്റ്റെപ്പ് ഈ 3 സ്റ്റെപ്സ് മാത്രം, അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന, സമ്മറൈസേഷൻ ആൻഡ് ബാലൻസിങ് വരെയാണ് ബുക്ക് കീപ്പിങ്ങിൽ വരിക. ഈ ബാക്കിയുള്ള സ്റ്റെപ്സ് മൊത്തം വന്നു കഴിഞ്ഞാൽ അതെന്താണ്, അക്കൗണ്ട്സ് ആണ്. ഈ 3 സ്റ്റെപ്സ് വന്നു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് അപ്പം ഇതിൽ നമുക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ബുക്ക് കീപ്പിംഗ് ഇതുവരെയുള്ളൂ. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യും, ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ അക്കൗണ്ട്സ് ആണ്. ഓക്കെ,
അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. കാരണം പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടെയാണ്. ഈ 3 സ്റ്റെപ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്ത് നോക്കിയാൽ ഈ മൊത്തം 6 സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ബുക്ക് കീപ്പിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അക്കൗണ്ട്സ് തന്നെ അതിന് ആവശ്യമുണ്ട്. പിന്നെ ബുക്ക് കീപ്പിങ്ങിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനും റെക്കോർഡിംഗ് ആയിട്ടുള്ള ജേണലും ലെഡ്ജറും മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള അതായത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. അപ്പം അക്കൗണ്ടിങ് ഈസ് എ വൈഡർ കൺസെപ്റ്റ്. ഇസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വീഡിയോ അയച്ചു തരും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോയും കൂടി ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ പക്കാ താറുമായിക്കോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അക്കൗണ്ട്സ് ഡാറ്റ എന്തായിരിക്കണം? വാട്ട് ആർ ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് 3 മാർക്ക് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കണം. സത്യസന്ധമായിട്ടുള്ള ഡാറ്റ ആയിരിക്കണം അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ. അതായത് അത് പക്കാ ട്രൂ ആയിരിക്കണം, ഒരു തെറ്റുണ്ടാവാൻ അതിൽ പാടില്ല. സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെലവൻസ് ആയിരിക്കണം. റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് അത് നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. അപ്പോൾ എനിക്ക് തീരുമാനം എടുക്കുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തീരുമാനം എടുക്കുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എനിക്ക് ആവശ്യമുണ്ടാകും. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇല്ലാതെ നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലേക്ക് ബിസിനസ്സിനെ അത് ബാധിക്കും. പറയാം, നമുക്ക് ഡീപ്പായിട്ട് പറയാം. പിന്നെ കിട്ടിയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് എന്തായിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മനസ്സിലാവണം. ഇത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണം. നാലാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ മനസ്സിലാവും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മനസ്സിലാവും. നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസറ്റ് എത്രയുണ്ട്, നിങ്ങൾക്ക് ലാബിലിറ്റി എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. അത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അത് നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം, കമ്പാരബിലിറ്റി ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ ഫേമും വേറെ ഫേമുമായിട്ട്, ഇപ്പം കമ്പാരബിലിറ്റിയുടെ എക്സാമ്പിൾ പറയാം, ജിയോയും എയർടെലും തമ്മിൽ കമ്പയർ ചെയ്തൂടെ? ജിയോ രണ്ടുപേരും ഒരേ ബിസിനസ്സിൽ നടത്തുന്നത്. അപ്പോൾ ഏത് ബിസിനസ്സിനാണ് പ്രോഫിറ്റ് കൂടുതലുള്ളതെന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കണം നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊണ്ട്. അപ്പോൾ എക്സാമിന് ഡീപ്പായിട്ട് ചോദിക്കാറില്ല. എന്താണ് വാട്ട് ആർ ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 4 പോയിന്റ് എഴുതാം. ഇനി ഇത് ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി. അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഈ അക്കൗണ്ട്സിൻ്റെ പ്രത്യേകിച്ച് ഭയങ്കര കള്ളത്തരം ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. കുറേ ആൾക്കാരെ പൈസ കടിച്ച് മാറ്റാൻ പറ്റുന്ന നല്ല സുഖമുള്ള പരിപാടിയാണ് അക്കൗണ്ടിങ്ങിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഭാവിയിൽ ഒരു അക്കൗണ്ടൻ്റൊക്കെ ആവുന്ന സമയത്ത് നല്ല എന്ത് ചെയ്യുക, പൈസ എല്ലാം അടിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അക്കൗണ്ടിങ്. റിലയബിലിറ്റി, ഫസ്റ്റ് വൺ എന്തായിരിക്കണം, അക്കൗണ്ടിങ്ങിൽ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് റിലയബിൾ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിലയബിൾ ആയിരിക്കണം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം എറേഴ്സ്, തെറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല, സത്യസന്ധമായിരിക്കണം. അതേമാതിരി അത് നമുക്ക് വെരിഫൈബിൾ ചെയ്യാൻ പറ്റണം. എന്താണ് വെരിഫൈബിൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പീടികയ്ക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വീട്ടുകാർ 100 രൂപ തന്ന് 100 രൂപ സാധനത്തിന് തന്നു. ഓക്കെ, അപ്പോൾ 100 രൂപ നിങ്ങളെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾ സാധനം വാങ്ങി, നിങ്ങൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തറിയോ, 90 രൂപയ്ക്ക്, നിങ്ങൾ ചെറിയ പ്രായത്തിൽ നിങ്ങൾ 90 രൂപയ്ക്ക് സാധനം വാങ്ങി.
എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു? 90 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ബാക്കി 10 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങി, അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും വാങ്ങി. അപ്പൊ നിങ്ങൾ പാരൻസ് ഈ 10 രൂപ നിങ്ങൾ ആരും അറിയാതെ ചെയ്തത്. നിങ്ങൾ പാരൻസിന് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, 90 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയിട്ട് 10 രൂപ നിങ്ങൾ മിഠായി വാങ്ങിയിട്ട് നിങ്ങൾ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരോടും പറയുന്നൊന്നുമില്ല. അപ്പൊ അമ്മ ചോദിക്കുകയാണ് എത്ര രൂപക്കാണ് സാധനം വാങ്ങിയത് എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞ എത്ര രൂപക്ക പറയാ? 100 രൂപക്ക് സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ നിങ്ങളോട് ചോദിക്കുക, നീ 90 രൂപയുടെ സാധനം ഇല്ലേ എന്ന് ചോദിക്കും. അല്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ 100 രൂപയുടെ സാധനം തന്നെയാണ് തന്നത് പറയും. അപ്പൊ അമ്മ നിങ്ങളോട് ചോദിക്കും, എവിടെ പോയി ബില്ല് ഉണ്ടോ ചോദിക്കും സാധനം വാങ്ങിയതിന്. അപ്പം ബില്ല് ഉണ്ടെങ്കിൽ അമ്മ പറയും, ബില്ല് ഉണ്ടെങ്കിൽ ബില്ലിൽ 100 രൂപ ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എല്ലാ ബില്ലില്ല. അപ്പൊ ബില്ലില്ലെങ്കിൽ അമ്മക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, മോണിന് പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഈ കൺസെപ്റ്റ് ഇവിടെയാണ് വെരിഫയബിൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള ബില്ലിൽ 100 രൂപയും നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം 100 രൂപേന്റെ സാധനം ഉണ്ടോ എന്ന് നോക്കുക, കമ്പയർ ചെയ്യുക. അതേമാതിരി എപ്പോഴും നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ബില്ല് കിട്ടൂലേ? ആ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 100 രൂപയ്ക്ക് സാധനം 100 രൂപയാണ് ബില്ലിലുള്ളത്. നിങ്ങൾ 100 രൂപയാണ് ബില്ലുള്ളത്, നിങ്ങൾ ആക്ച്വലി പർച്ചേസ് ചെയ്ത് 80 രൂപയ്ക്കേ ഉള്ളൂ. ബാക്കി 20 രൂപ ബിസിനസിന്റെ പൈസ നിങ്ങൾ അടിച്ചു മാറ്റില്ലേ? അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല. അതായത് ബില്ലിലുള്ള പൈസയും നിങ്ങൾ കൊടുത്ത ക്യാഷും രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞില്ലേ, വെരിഫയബിലിറ്റി മീൻസ് വെരിഫൈ ചെയ്യാൻ പറ്റണം. വെരിഫയബിലിറ്റി മീൻസ് വെരിഫൈ ചെയ്യാൻ അത് പറ്റും. വെരിഫൈഡ് ഫ്രം ദി സോഴ്സ് ഓഫ് ഡോക്യുമെന്റ്. എന്തെല്ലാം ഉണ്ടാവും? ക്യാഷ് റെസിപ്റ്റ് ഉണ്ടാവും. നമുക്ക് നിങ്ങളിപ്പം സാധനം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടൂലേ? പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് കിട്ടൂലേ? ഇൻവോയ്സ് പറഞ്ഞ ബില്ലാണ് കേട്ടോ. സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് കിട്ടും. ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം എപ്പോഴും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, റിലയബിലിറ്റി. എല്ലാവരും സൈലന്റ് ആയിട്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് വായിക്കി റിലയബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നെക്സ്റ്റ് പോയിന്റ് റെലവൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് നമുക്ക് ഡാറ്റ കിട്ടണം. എന്തിനാ? നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കൊടയെ നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നത്? കുറെ റെയിൻ ഉണ്ട്, നല്ല ഒരു അംബർല ഉണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ കൊട കിട്ടിയതുകൊണ്ട് ഈ ഭാഗത്തൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മഴ കൊള്ളുന്നില്ല, നമ്മൾ സേഫാ അല്ലേ? അതായത് മഴ പെയ്യുന്ന സമയത്ത് നല്ലൊരു കൊട കിട്ടിയത് കൊണ്ട് നമ്മൾ എന്താ ചെയ്ത് സേഫായി. അതല്ലേ ഇത് ഉദ്ദേശിക്കുന്ന പിക്ചർ? അതായത് നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. തീരുമാനം എടുത്തതിന് ശേഷം കിട്ടിയത് പോരാ, അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. അതാണ് പറഞ്ഞത്, റെലവൻസ് റെഫേഴ്സ് ടു ഹെൽപ്ഫുൾ ഫോർ ഇൻഫർമേഷൻ ഫോർ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ്, റെലവൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് എപ്പോൾ കിട്ടണം? ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കറക്റ്റ് ടൈമിന് ഈ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് റെലവൻസ്. ഒന്ന് റീഡ് ചെയ്യ് പെട്ടെന്ന്. ഇതെല്ലാം കാര്യങ്ങളെ പറഞ്ഞ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കണം. അല്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് കത്തിപ്പോയി, ഒരാൾക്ക് കൺഫ്യൂഷനായി, ഒരാൾക്ക് തീരെ മനസ്സിലാവുന്ന അങ്ങനെയല്ല. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ രീതിയിൽ എന്താണോ പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഞാൻ സെയിൽസ് എന്ന് എഴുതി. ഈ സെയിൽസ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമുക്ക് എപ്പോഴും. അല്ലാതെ ഒരാൾക്ക് മനസ്സിലായി, ഒരാൾക്ക് മനസ്സിലായില്ല, ഒരാൾക്ക് കൺഫ്യൂഷനായി, അങ്ങനെ ആവാൻ പാടില്ല. നെക്സ്റ്റ് പെട്ടെന്ന് റീഡ് ചെയ്യില്ലായിരുന്നു, പെട്ടെന്ന് റീഡ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മളെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പയർ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കമ്പയർ ചെയ്യല്ലേ? നിങ്ങളെ അയൽവാസി പയ്യനായിട്ട് അല്ലെങ്കിൽ അയൽവാസി പെൺകുട്ടീനായിട്ട് കമ്പയർ ചെയ്യാറില്ലേ? എന്താ കമ്പയർ ചെയ്യുക? നിങ്ങൾ എക്സാമിൻ്റെ മാർക്ക് അല്ലേ? എക്സാമിൻ്റെ മാർക്ക് എത്ര കൂടിയിട്ടുണ്ട്, എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഏറ്റവും എളുപ്പത്തിൽ കമ്പയർ ചെയ്യുന്നത് നിങ്ങളെ പാരൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ കമ്പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെയാ അറിയോ കമ്പയർ ചെയ്യേണ്ടത്?
ഇന്റർഫേം കമ്പാരിസൺ. ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഫേം കമ്പാരിസൺ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞ ഒരാൾക്ക് രണ്ട് ബിസിനസ് ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സിന്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്ത സമയത്ത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത സമയത്ത് എക്സിന് പ്രോഫിറ്റ് നല്ല ഉണ്ട്. രണ്ടും ഒരേ ബിസിനസ് ആട്ടോ. പ്രോഫിറ്റ് നല്ല ഉണ്ട്, വൈക്ക് പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കണം എന്തോ ഒരു പ്രശ്നം വൈയിലുണ്ട്, എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കുറയുന്നത്. രണ്ടും ഒരേമാതിരിയുള്ള ബിസിനസ്സാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ എന്റെ ബിസിനസ് ആയിട്ടുള്ള എക്സും വൈയും കമ്പയർ ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തത് ഇന്റർഫേം കമ്പാരിസൺ. ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ എന്റർപ്രൈസ്, അതായത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇൻട്രാഫേം എന്ന് പറയും. അതായത് ഇത് രണ്ടും എന്റെ ബിസിനസ്സാണ്, എന്റെ ബിസിനസ്സാണ് ഇത് രണ്ടും. ഇനി വേറെ ബിസിനസ്, എന്റെ ബിസിനസ്, അതായത് ഇപ്പം ജിയോന്റെ ബിസിനസ്സും എയർടെലിന്റെ ബിസിനസ്സായിട്ട് കമ്പയർ ചെയ്യാം. രണ്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരേ ഫേമാണ് അല്ലെ, ഒരേ നിലയിൽ നിൽക്കുന്നതല്ലേ രണ്ടും, ജിയോയും എയർടെലും. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ജിയോ ലിമിറ്റഡും എയർടെൽ ലിമിറ്റഡും തമ്മിൽ അവരെ പ്രോഫിറ്റും എത്രയുണ്ട്, രണ്ടു പേർക്കും പ്രോഫിറ്റ് കൂടുതലാണോ, ഇവർക്കും പ്രോഫിറ്റ് കൂടുതലുണ്ട്, എത്ര ശതമാനം കൂടുതലുണ്ട്, എത്ര ശതമാനം ഉണ്ട്, അതേമാതിരി എത്ര അവർക്ക് ജിയോക്ക് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണം, കമ്പാരബിൾ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് കമ്പാരബിലിറ്റി ആയിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. കമ്പാരബിലിറ്റി മീൻസ് യൂസേഴ്സിന് ഷുഡ് ബി ഏബിൾ ടു കമ്പയർ ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓഫ് എൻ എന്റർപ്രൈസ്. അതായത് ഇൻട്രാഫേം കമ്പാരിസണും ഇന്റർഫേം കമ്പാരിസൺ ചെയ്യാൻ പറ്റണം. അതാണ് ഇൻട്രാഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിത്തിൻ ദി ഇൻഫർമേഷൻസ് ഓഫ്, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ. ഇന്റർഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ എന്റർപ്രൈസ് ആണ്. ഓക്കെ, ഇസ് ക്ലിയർ? ഇത്ര കാര്യങ്ങളാണ് ക്വാളിറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒന്നാമത്തത് റെലവൻസ് ആയിരിക്കണം, രണ്ടാമത്തെ റിലയബിലിറ്റി ആയിരിക്കണം, മൂന്നാമത്തെ കമ്പാരബിലിറ്റി ആയിരിക്കണം. റെലവൻസ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, റെലവൻസ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, കമ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഒന്നാണെന്ന് ചോദിക്കുക എക്സാമിന്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, രണ്ടും ഒന്നല്ല കേട്ടോ. എങ്ങനെയായാലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണേ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡർ കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ആയിന്ന് ആര് ഇൻക്ലൂഡ് ആയും, ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിൽ വരും എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അക്കൗണ്ടിങ്ങിൽ എല്ലാം വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൽ ആരും കൂടി ഇൻവോൾവ് ആയിരിക്കും, ബുക്ക് കീപ്പിംഗ് കൂടി ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പറയുന്നത്, ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്, അതേമാതിരി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നത് കേട്ടോ. അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഫസ്റ്റത്തെ 2 സ്റ്റെപ്സ് ഉണ്ട്. അതായത് ബുക്ക് കീപ്പിങ്ങിൽ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളും അതിന് പുറമെ സമ്മറൈസേഷൻ ഉണ്ട്, അനാലിസിസ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. പിന്നെ ഡിഫറൻസ്, സെയിം ഡിഫറൻസ് കേട്ടോ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ്, രണ്ടും സെയിം ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ക്വാളിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഫസ്റ്റ് വൺ റിലയബിലിറ്റി ആണ്. ഞാൻ എന്താണോ മാർക്ക് ചെയ്തത് അത് മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ് ആൻഡ് വെരിഫയബിൾ. രണ്ടാമത്തത് റെലവൻസ് ആണ്. റെലവൻസ് റെഫേഴ്സ് ടു ഹെൽപ്പ് ടു ദ ഇൻഫർമേഷൻ ടു ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പറ്റണം. മൂന്നാമത്തത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ് ആൻഡ് ഗ്രാസ്പ്ഡ് ഈസ് യൂസേഴ്സ്. പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പാരബിലിറ്റി മീൻസ് അതായത് ഏബിൾ ടു കമ്പയർ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഓഫ് എന്റർപ്രൈസ് ഓഫ് പീരീഡ് ഐദർ വിത്ത് ദി അതർ പീരീഡ്. ഒരു പീരീഡിലതും വേറൊരു പീരീഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇൻട്രാഫേം കമ്പാരിസണും അതേമാതിരി ഇന്റർഫേം കമ്പാരിസൺ ചെയ്യാൻ പറ്റണം. ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ്, കുറേ പോയിന്റ് ആണ്. 1 വേർഡിന് എക്സാമിന് ചോദിക്കുന്ന കുറേ പോയിന്റ് ആണ്. അതെന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ അടുത്ത